ഡിവൈഎസ്പി ഉമേഷിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. ആ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി വന്നിരിക്കുന്നത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അസ്ലം, എന്ത് നടപടിയാണ് ഉമേഷിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? വടകര ഡിവൈഎസ്പിയെ ഉമേഷിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ഒരു യുവതിയെ പീഡിപ്പിച്ചെന്നുള്ള പരാതി നേരത്തെ ഉണ്ടായിരുന്നു. പാലക്കാട് ചെറുപ്പശ്ശേരി സി എ ആയിരിക്കുന്ന സമയത്ത് അനാശാസിന് പിടികൂടിയ ഒരു യുവതി ഉണ്ടായിരുന്നു. അവരെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചെന്നുള്ളൊരു കാര്യം ആത്മഹത്യ ചെയ്ത SI ബിനു തോമസിന്റെ ആത്മഹത്യക്കുറിപ്പിലുണ്ടായിരുന്നു. ഇത് പുറത്തു വന്നതിന് പിന്നാലെ പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി യുവതിയുടെ മൊഴിയെടുത്തിരുന്നു. അതിലും അവർ ഈ ഉമേഷ് 11 വർഷം മുമ്പ് വീട്ടിൽ വന്ന് പീഡിപ്പിച്ച കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് SP ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് നൽകി. കാരണം DYSP ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പോലീസ് ഉദ്യോഗസ്ഥനുള്ള പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു കൃത്യം ചെയ്തതാണെന്നുള്ള രീതിയിൽ പാലക്കാട് SP DGPക്ക് റിപ്പോർട്ട് നൽകി. DGP ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് കൈമാറി. ഇതിന്റെ കേസെടുക്കുന്നതിന്റെ ആദ്യ നടപടിയായിട്ടാണ് ഇപ്പോൾ വടകര DYSP ഉമേഷിനെ സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത തീരുമാനം ഉത്തരവായി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും ഉമേഷിനെതിരെ FIR ഇട്ട് മറ്റ് നടപടികളിലേക്ക് പാലക്കാട് പോകും എന്നുള്ളതാണ് വസ്തുത. ഇത് വളരെ 2011 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഉമേഷ് CA ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു പെൺകുട്ടിയെ യുവതിയെ അനാശാസിന് പിടികൂടുന്നത്. കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിലേക്ക് വിടുകയും പിന്നീട് അവരെ വീട്ടിലെത്തി പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. ആ ഘട്ടത്തിലും തന്നെ ഈ പരാതി ഉയർന്നു വന്നിരുന്നില്ല. അതേസമയം ഈ മാസം 15-ാം തീയതി CA ബിനു തോമസ് ആത്മഹത്യ ചെയ്യുകയും ഒരു 33 പേജുള്ള ആത്മഹത്യക്കുറിപ്പ് പോലീസിന് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിന് കിട്ടുകയും ചെയ്തു. അതിലാണ് ഈ ഒരു പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ ഭാഗമായിട്ട് ഉമേഷ് CA എന്ന ഘട്ടത്തിൽ വടക്കാഞ്ചേരിയിൽ CA എന്ന ഘട്ടത്തിലാണ് CA എന്ന ഘട്ടത്തിൽ ബിനു തോമസ് SI ആയിരുന്നു. ആ സമയത്ത് പല തരത്തിലുള്ളൊരു പീഡനങ്ങൾ അവർക്ക് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നേരിടേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴാണ് അവിടെ അനാശാസിന് ഒരു യുവതിയെ പിടികൂടിയിരുന്നു. ആ പിടികൂടിയ കേസെടുക്കാതെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയും പിന്നീട് ഇയാൾ വീട്ടിലെത്തി ഉമേഷ് ഇയാൾ പെൺകുട്ടി സ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. ആ സംബന്ധിച്ചുള്ള ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അതിന്റെ ഭാഗമായി ഈ CA ആയിരുന്ന ഉമേഷ് SI ആയിരുന്ന ബിനു തോമസിന്റെ പല ഘട്ടത്തിലും സർവീസിന്റെ ഭാഗമായി ബന്ധപ്പെട്ട പീഡനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ മാനസിക അസ്വസ്ഥത അവർ ഉണ്ടാക്കിയതാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വഴിയിലൂടെയാണ് ഈ ഒരു സംഭവം ആദ്യം പുറത്തു വരുന്നത്. അതേസമയം ഒരു ഗുരുതരമായ ആരോപണം എന്ന നിലയിൽ പോലീസ് ഉടൻ തന്നെ ആ യുവതിയെ സമീപിക്കുകയും ഇത് സംബന്ധിച്ചുള്ള പരാതി ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് DYSP പാലക്കാട് DYSP യുവതിയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. മൊഴിയിൽ അവർ കൃത്യമായി തന്നെ പീഡനം നടത്തി എന്ന കാര്യം, ഉമേഷ് പീഡിപ്പിച്ചു എന്ന കാര്യം, വീട്ടിൽ വന്ന് പീഡിപ്പിച്ചു എന്ന കാര്യം പറയുകയും ചെയ്തു, ആവർത്തിക്കുകയും ചെയ്തു. ഇതിന്റെ ഇത് ഡിപ്പാർട്ട്മെന്റ് തല നടപടിക്ക് പുറമെ ഈ കേസിന്റെ അന്വേഷണം ഇനി ഏത് രീതിയിലാണ് പോവുക? ഈ ആത്മഹത്യയുമായി എന്തെങ്കിലും ബന്ധം ഈ വിഷയത്തിൽ ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ടോ? ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമാണ് കാരണം എന്ന രീതിയിലേക്ക് ഇതുവരെയും അവർ എത്തിച്ചേർന്നിട്ടില്ല. കാരണം ഇതിൽ ഈ ബിനു തോമസ് എന്ന് പറയുന്ന CA പലതരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങളുടെ കടന്നുപോയ വ്യക്തിയാണ്. 33 പേജുള്ള ആത്മഹത്യക്കുറിപ്പിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സർവീസുമായി ബന്ധപ്പെട്ട് നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ആത്മഹത്യ കാരണം എന്ന അർത്ഥത്തിലേക്ക് പൂർണ്ണമായും പോലീസ് എത്തിയിട്ടില്ല. അതേസമയം ആ കുറിപ്പിലെ ഒരു പരാമർശം എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആണ്. അതും കസ്റ്റഡിയിലെടുത്ത ഒരു യുവതിയെ കേസിന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാമർശം ഒരു കേസിന്റെ ഭാഗമായ ഒരു ഫയലിന്റെ ഭാഗമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരു വ്യക്തത വരുത്തുക എന്ന് പറയുന്ന ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് പോലീസ് അതിൽ യുവതിയുമായി പരാമർശിക്കപ്പെട്ട യുവതിയുമായി സംസാരിക്കുകയും അവർക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ പരാതികളുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുകയും ചെയ്തത്. ആ പരാതിയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന സാഹചര്യത്തിലാണ് മൊഴിയെടുക്കലിലേക്ക് നീങ്ങിയത്. 2014 ഉമേഷ് വടക്കാഞ്ചേരി CA ആയിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ബിനു തോമസ് ആത്മഹത്യ ചെയ്ത ബിനു തോമസ് SI ആയിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ അനാശാസ്യത്തിന് റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് ഈ ഒരു യുവതി വടക്കാഞ്ചേരി സ്വദേശിയായ യുവതി പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വരുന്നത്. അതേസമയം ആ അനാശാസ്യം വകുപ്പുകൾ ചുമത്തി അവർക്കെതിരെ കേസ് എടുത്തില്ല. പകരം കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷൽ ഫേവർ ചോദിക്കുകയായിരുന്നു. പിന്നീട് ഈ യുവതിയെ കസ്റ്റഡിയിൽ നിന്ന് വെറുതെ വിട്ടു.
അന്ന് രാത്രി തന്നെ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ഈ യുവതി പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി തലത്തിലുള്ള ആയതുകൊണ്ട് തന്നെ തീരുമാനം അതിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകണമെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് SP ഈ സംഭവങ്ങളെല്ലാം വെച്ചുകൊണ്ടും അത് പദവിയുടെ ദുരുപയോഗം തന്നെയാണെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടും റിപ്പോർട്ട് DGPക്ക് നൽകുന്നു. DGP ആഭ്യന്തര സെക്രട്ടറി കൈമാറി. ആഭ്യന്തര സെക്രട്ടറിയാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. DYSP ഉമേഷ്, വടകര DYSP ആണ് അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചതുകൊണ്ട് ഉത്തരവിറക്കി. ഇനി സ്വാഭാവികമായിട്ടും പാലക്കാട് ഇത് സംബന്ധിച്ച് പീഡന പരാതിയിൽ കേസെടുക്കും. നൗഫൽ ചോദിച്ച ആത്മഹത്യാ പ്രേരണ സംബന്ധിച്ച് അതിൽ അന്വേഷണം വ്യക്തത വരികയും ആ ബിനു തോമസിന്റെ ആത്മഹത്യയിൽ ഇയാളുടെ പങ്ക് എന്നല്ലെങ്കിൽ കൃത്യതയോട് വ്യക്തമായാൽ മാത്രമേ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ മറ്റു ചുമത്തുകയുള്ളൂ. ഇത് കൃത്യമായി തന്നെ കസ്റ്റഡിയെടുത്ത യുവതിയെ പീഡിപ്പിച്ചുവെന്ന ഒരു കേസായിരിക്കും ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യത. നിലവിൽ കേസിട്ടില്ല. ഇപ്പോൾ ആദ്യം നടപടി നിലയിൽ സസ്പെൻഷനാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തുടർ നടപടികളിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ DYSP വടകര DYSP ഉമേഷ് ഇപ്പോൾ അവധിയിലേക്ക്, കഴിഞ്ഞ ദിവസം തന്നെ അവധിയിലേക്ക് പ്രവേശിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വടകര റൂറൽ SPക്ക് അവധി അപേക്ഷ നൽകിയിരുന്നു. അവധിയിലാണുള്ളത്. എന്തായാലും ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുകയാണ് DYSP ഉമേഷ്. വടകര DYSP ഉമേഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ലൈംഗികാരോപണ പരാതിയിലാണ് ഈ ഒരു അറസ്റ്റ്. പരാതിയെ തുടർന്ന് അല്ലെങ്കിൽ നേരത്തെ ആത്മഹത്യ ചെയ്ത ഒരു SIയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരാവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ അവധിയിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഉമേഷിനെതിരെ ഇനി കേസ് വരും. കേസിനെ തുടർന്നുള്ള അന്വേഷണവും ഉണ്ടാകും. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.